ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ ഒരു പാടമാണേ. ആ പാടത്തിൻ്റെ ഒരു മനോഹാരിത നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നെൽകൃഷിയൊന്നുമില്ല, വെറുതെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ വന്ന് നിന്നാൽ സൂര്യനെ ഉദിച്ച് വരണത് കാണാം. എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കിളികളുടെ കളകള ശബ്ദം കേൾക്കാം, നല്ല തണുത്ത പ്രഭാതം ആസ്വദിക്കാം. ഇത്തരം കാഴ്ചകളെല്ലാം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു പുതിയ ഉണർവ് തരുന്നതാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഇപ്പം ഇവിടെ ഇത്ര മനോഹരമാണ്. അപ്പോൾ പണ്ട് ഇവിടെ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ എന്ത് ഭംഗിയായിരുന്നായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മളുടെ ഈ പാടം നിറയെ ഒരു മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു ചെടി ഇവിടെ കാണുന്നത്. അത് നമ്മുടെ 2018 പ്രളയത്തിന് ശേഷമാണ് ഈ ചെടി ഇവിടെ വന്നത്. അതിക്ക് മുന്നൊന്നും ഈ ചെടി ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാട്ടോ. നല്ല മഞ്ഞ പൂക്കളായിട്ട് നല്ല ഭംഗിയുള്ള മനോഹരമായ മഞ്ഞ പൂക്കൾ നിറഞ്ഞിട്ടുള്ളൊരു പ്രദേശമായിട്ട് ഇവിടെ മുഴുവൻ മാറിക്കഴിഞ്ഞു. ഈ ചെടികളിൽ ഇങ്ങനെ മഞ്ഞ് കണങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇവിടെ പലതരത്തിലുള്ള ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാട്ടോ. പലതരത്തിലുള്ള കിളികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ മഞ്ഞക്കാട്. അതും പോരാഞ്ഞിട്ട് കീരിയും മരപ്പട്ടിയും കുറുക്കനും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇടയ്ക്കൊക്കെ മയിലിൻ്റെ ശബ്ദവും കേൾക്കാം. മയിലുകളെ കുറേ പേര് ഇവിടെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഒച്ച കേൾക്കാറുണ്ട് മയിലിൻ്റെ. ഒരുപാട് തരത്തിലുള്ള പൂമ്പാറ്റകളും തുമ്പികളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.